ആൻസലോട്ടിയുടെ ബ്രസീൽ വേൾഡ് കപ്പ് നിന്ന് പുറത്തായിരിക്കുകയാണ്. 2-1 നോർവേനോട് തോറ്റുകൊണ്ട് ബ്രസീൽ അങ്ങനെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. 2026 വേൾഡ് കപ്പിൽ നിന്ന് അവർ പുറത്തായിരിക്കുകയാണ്. പുറത്തായി എന്ന് പറയുന്നതിൽ നല്ലത് കൊണ്ടുപോയി തൊലച്ചു കളി. അവർ സ്വയം വരുത്തി വെച്ചൊരു തോൽവിയാണ് എന്ന് തന്നെ പറയാം. ഒരുപാട് ചാൻസുകൾ ബ്രസീലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ മാച്ചിൽ. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് മാച്ചിൽ 3 ഗോളും വന്നത്. ഹാളണ്ട് ഈ കളി 2 ഗോൾ അടിച്ചു. അങ്ങനെ ഹാളണ്ട് ഗോൾഡൻ ബൂട്ട് റേസിൽ ഒപ്പത്തിരിക്കുകയാണ്. എംബാപ്പയ്ക്കും മെസ്സിക്കും ഒപ്പത്തിരിക്കുകയാണ്. 7 ഗോളായിട്ട് 3 പേരാണ് ആ ഒരു വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഒരു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഗോൾഡൻ ബൂട്ട് റേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 7 ഗോള്, മെസ്സി 7, എംബാപ്പ 7, ഹാളണ്ട് 7. ഓക്കെ, അപ്പം നമുക്ക് കളിയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ ബ്രസീലിന് ഒരുപാട് ചാൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ലീഡ് എടുക്കാൻ പറ്റിയൊരു ചാൻസ് ഉണ്ടായിരുന്നു. പെനാൽറ്റി, അത് ബ്രൂണോ ഗുമരസിൻ്റെ പെനാൽറ്റി നോർവേയുടെ കീപ്പർ സേവ് ചെയ്തു. കീപ്പറുടെ ഈ ഒരു മാച്ചിലെ പെർഫോമൻസ് എടുത്തു പറയണം. വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. കീപ്പറും ഹാളണ്ടും ആയിരുന്നു ഈ മാച്ചിൽ നോർവേക്ക് വേണ്ടി അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ചതെന്ന് തന്നെ പറയാം. അതിനുശേഷവും ഒരുപാട് ചാൻസുകൾ ബ്രസീൽ ഉണ്ടാക്കിയെടുത്തു. എൻട്രിക്കിനൊരു ചാൻസ് കിട്ടി, അത് 1-on-1 ചാൻസ്, അത് ആൾ മിസ്സാക്കി. അതാ ഒരു നല്ലൊരു സ്ട്രൈക്കർ ആണെങ്കിൽ അതെന്തായാലും ഫിനിഷ് ചെയ്യേണ്ട ഒരു ചാൻസ് ആയിരുന്നു. അത്രയും ക്രൂഷ്യൽ ചാൻസ് ആയിരുന്നു അത്. പക്ഷെ അത് എൻട്രിക്ക് മിസ്സാക്കുന്നത് കാണാൻ പറ്റി. അങ്ങനെ സെക്കൻഡ് ഹാഫിലും ബ്രസീലിന് ചാൻസുകൾ കിട്ടി. പക്ഷെ അതൊന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബ്രസീലിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെയാണ് ബ്രസീലിന് ഈ ഒരു മാച്ച് നഷ്ടപ്പെട്ടതെന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നോർവേക്ക് കിട്ടിയ ചാൻസ്, ഹാളണ്ടിന് കിട്ടിയ ചാൻസ്, ഹാളണ്ട് ആകെ കുറച്ച് ടൈം ഈ ഒരു മാച്ചിൽ ആളെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ വന്ന ടൈം ആൾ നോർവേനെ ജയിപ്പിച്ചങ്ങ് പോയി എന്ന് തന്നെ പറയാം. ആ രണ്ടാമത്തെ ഗോളൊക്കെ എജ്ജാതി ഗോളാണ്, എജ്ജാതി ഫിനിഷിംഗ് ആണ്. ബോക്സിൻ്റെ പുറത്തുനിന്ന് കീപ്പറിന് അലിസണിന് ഒരു ചാൻസ് കൊടുക്കാത്ത രീതിയിലുള്ളൊരു ഫിനിഷിംഗ് ആയിരുന്നു രണ്ടാമത്തെ ഗോൾ. ഫസ്റ്റത്തെ ഗോൾ ഒരു ടിപ്പിക്കൽ ഹാളണ്ട് ഹെഡർ, ഗബ്രിയലിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു ഹെഡർ ആയിരുന്നു. ഗബ്രിയലിന് ആളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ക്രോസ് വന്നപ്പോൾ ആളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല ഗബ്രിയലിന്. അങ്ങനെ ഒരു വേൾഡ് ക്ലാസ് 2 ഗോളുകളാണ് ഹാളണ്ടിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റിയത്. അതിനുശേഷം നെയ്മറിൻ്റെ ഒരു ഗോൾ, നെയ്മറിൻ്റെ 25ാമത്തെ മിനിറ്റിലാണ് ആൻസലോട്ടി ഇറക്കി വിടുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ ഒരു പെനാൽറ്റി കിട്ടി നെയ്മറിന്. അത് ആള് വളരെ ഈസി ആയിട്ട് ഗോളാക്കി. നെയ്മറിൻ്റെ അവസാന വേൾഡ് കപ്പ് ഗോള്, ആളുടെ അവസാനത്തെ വേൾഡ് കപ്പ് മാച്ച് കൂടി ആയിരുന്നത്. പക്ഷേ എന്തിനാണ് ഈ നെയ്മറിനെ ആൻസലോട്ടി ടീമിലെടുത്തത്? അതിപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. എന്തിനാണ് ഈ ഒരു 75ാം മിനിറ്റിൽ കളിക്കാനാണെങ്കിൽ എന്തിനാണ് ആളെ ടീമിലെടുത്തത് എന്ന് മനസ്സിലായില്ല. ആളെല്ലാ മാച്ചിൻ്റെ പ്രസ് കോൺഫറൻസിലും വന്ന് പറയും, പ്രീ മാച്ച് കോൺഫറൻസിൽ വന്ന് പറയും നെയ്മർ 90 മിനിറ്റ് കളിക്കാൻ ഫിറ്റാണ്. എന്നിട്ടും ആളെ എന്തിന് ബെഞ്ചിലിരുത്തണം? ആളെ എന്തുകൊണ്ട് 90 മിനിറ്റ് അല്ലെങ്കിൽ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചുകൂടാ എന്നതൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പ്രീമിയർ ലീഗിൽ 23 ഗോൾ അടിച്ച് നിൽക്കുന്ന ജാവോ പെഡ്രോനെ പോലത്തെ ഒരു പ്ലെയറിനെ പുറത്തിരുത്തിക്കൊണ്ട് സ്ക്വാഡിലെടുക്കാതെ എന്തിനാണ് പിന്നെ നെയ്മറിനെ എടുത്തതിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. കളിപ്പിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നെയ്മർ? എന്തായിരുന്നു നെയ്മറിൻ്റെ ഈ ഒരു വേൾഡ് കപ്പിലെ ബ്രസീൽ ടീമിലെ റോള് എന്തായിരുന്നു എന്ന് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്തായാലും ആളെ ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ ആളെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ല. സെക്കൻഡ് ഹാഫിലാണ് ആളിറക്കി. സെക്കൻഡ് ഹാഫിൽ കസമീറൊക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഗോളാക്കി മാറ്റാൻ ബ്രസീലിന് പറ്റിയില്ല. എന്തായാലും ആൻസലോട്ടി യുഗം അവസാനിച്ചിട്ടുണ്ടാവും. മിക്കവാറും ആൻസലോട്ടിനെ പുറത്താക്കേണ്ടാവും, അല്ല ആൻസലോട്ടി ലീവ് ചെയ്യേണ്ടാവും. കാത്തിരുന്നാണ് അതിലെന്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിലെ പ്രതീക്ഷയും ബ്രസീലിൻ്റെ അവസാനിച്ചു. ജപ്പാനെതിരെയുള്ള ഒരു നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മാച്ചിലേക്ക് വന്നപ്പോൾ നോർവേ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് തന്നെ പറയാം. നോർവേ കളിക്കുന്ന ഒരു രീതി അടിപൊളിയാണ്. അവർ നല്ല രീതിക്ക് ബോൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അവർ നല്ല മൂവ്മെൻറ്റ്സ് അവർ നടത്തുന്നുണ്ട്. നല്ല അറ്റാക്കിംഗ് മൂവ്മെൻറ്റ്സ് അവർ നടത്തുന്നുണ്ട്. അവരുടെ മിഡ്ഫീൽഡിലെ ബോബായാലും ഒഡേഗാർഡ് ആയാലും നല്ല രീതിക്ക് തന്നെ ഒരു ടീം പ്ലേ അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ബ്രസീൽ ഈ ഒരു മാച്ചിൽ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു പകുതി ചാൻസ് മതി പോർച്ചുഗൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അത് അണ്ണം ഗോൾ അടിച്ചോളും. പക്ഷെ അത് അവരും ചെയ്യുന്നില്ല. ബ്രസീലിനാണ് ഗോൾ അടിക്കാനും പറ്റിയില്ല. എന്തായാലും ഇറ്റ്സ് ഓവർ ഫോർ ബ്രസീൽ. കഴിഞ്ഞു, ഈ പ്രദേശം കഴിഞ്ഞു. ഇനി 2030 നോക്കാം.